ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. അടുത്ത പോയിൻ്റാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ NPV കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, രണ്ട് തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളെ നമുക്ക് കമ്പയർ ചെയ്യൽ എളുപ്പമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രോജക്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ, അതായത് ഇപ്പം പ്രോജക്റ്റ് A 50,000 പ്രോജക്റ്റ് B 1,00,000 ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്ന് കിട്ടുന്ന ഇൻഫ്ലോ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും NPV കാണൽ സാധ്യമല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്നിവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബെനിഫിറ്റ്സ് ടു കോസ്റ്റ്. കാരണം ഇതിൻ്റെ പേരിലേ പറയുന്നുണ്ടല്ലോ, ബെനിഫിറ്റ് കോസ്റ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നുള്ളതും നമുക്ക് അതിലേക്ക് എത്ര ഇറക്കണം, അതിൻ്റെ ചിലവ് എന്താണെന്നുള്ളത് നോക്കുന്നതാണ് ഈ ഒരു റേഷ്യോ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളിലേക്ക് വരുന്ന ക്യാഷ്. കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ക്യാഷ് ഇൻഫ്ലോൻ്റെയും ഔട്ട്ഫ്ലോൻ്റെയും റേഷ്യോ നോക്കുക, ബെനിഫിറ്റും കോസ്റ്റും തമ്മിൽ. അതിനെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ രണ്ട് ക്യാഷിൻ്റെയും പ്രസൻറ്റ് വാല്യൂ എടുക്കുക, അന്നതിന് ശേഷമാണ് നമ്മൾ ആ റേഷ്യോയിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് റിട്ടേൺസ് ആണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് റിട്ടേൺസ് ആണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആവുന്നത് ആർക്കാണ്, ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ഉള്ള, അതായത് രണ്ട് വ്യത്യസ്ത ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയ പ്രോജക്റ്റുകളെ കമ്പയർ ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പ്ലെയിൻ ദ NPV പൊസിഷൻ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് NPVയുടെ പൊസിഷനും കൂടി അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ഇഫ് PI ഈക്വൽ ടു 1, അതായത് നമുക്കിപ്പോൾ ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് 1ന് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും ഇതും NPVയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇതാണ് ഷോർട്ടാക്കി പറയുന്നത്. അപ്പോൾ PI മെത്തേഡിലൂടെ നമുക്ക് ഏതും അറിയാൻ പറ്റും, NPVയുടെ പൊസിഷനും അറിയാൻ പറ്റും. എങ്ങനെ അറിയാം, നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ NPV എന്താണെന്നാണ് പറയുന്നത്, ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ NPV അവിടെ പോസിറ്റീവാണ്. ലെസ് ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ NPV അവിടെ നെഗറ്റീവാണ്. ഈ 3 കാര്യം PIയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പ്രൊജക്റ്റ് ഈസ് കമ്പയർഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിട്ടേണിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂവിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ്, എളുപ്പമാണ്, ക്യാഷ് ഇൻഫ്ലോ മുകളിൽ ഔട്ട്ഫ്ലോ താഴെ, രണ്ടിനെയും പ്രസൻറ്റ് വാല്യൂ ആണ് വേണ്ടത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് NPV തന്നിട്ടുണ്ടെങ്കിൽ NPV ഡിവൈഡഡ് ബൈ PV ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മാത്രമാണ് ഇവിടെ നോക്കേണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഡെക്സിന് ദെൻ ഇറ്റ് ഈസ് കോൾഡ് NPV ഇൻഡെക്സ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സസ് പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് എന്ന് പറയാം. NPV ഓർ EPVI ഈസ് ദ റേഷ്യോ ഓഫ് NPV ടു ദ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് ദ പ്രോജക്റ്റ്. അതായത് NPV അവിടെ തന്നിരിക്കുന്നത് വെച്ചാൽ അത് ഇനീഷ്യൽ ഔട്ട്ഫ്ലോൻ്റെ PVനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി സെലക്ട് ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് പ്രോജക്റ്റ് കമ്പയർ ചെയ്യാനാണല്ലോ തരിക. അപ്പോൾ അതിൽ ഏതാണ് സെലക്ട് ചെയ്യണമെന്ന് നോക്കുക. ആക്സെപ്റ്റ് ദ പ്രോജക്റ്റ് ഇഫ് ഇറ്റ് ഈസ് PI ഈസ് മോർ ദാൻ 1. എപ്പോഴും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഏതാണ്, 1നേക്കാൾ അധികമാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, കുറവാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് എപ്പോഴും ബെറ്റർ ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. പ്രോജക്റ്റ് X and Y are having initial investment of rupees 50,000 and 1 lakh. അതായത് രണ്ട് പ്രോജക്റ്റ് നമുക്കുണ്ട്, ഇവിടെ X ഉണ്ട് Y ഉണ്ട്. Xൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 50,000, Yയിൽ 1 lakh ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, 60,000, 1,12,000. കാൽക്കുലേറ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അപ്പോൾ നമുക്കറിയാലോ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് 50,000 ഒന്ന് 1 lakh ആണ്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട് 60,000, 1,12,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 60,000 കൂടി നിൽക്കുന്നതാണ് അല്ലേ, 50,000 കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 60-ന്ന് 50 ലെസ് ചെയ്യുമ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫിഗറിൻ്റെ എടുക്കാം, 10,000 ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 1 lakhും 1,12,000 ഇവിടെ വരുന്നത്, മൈനസ് ചെയ്യുമ്പം ഇവിടെ 12,000 ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കിട്ടിയതിന് ശേഷം നമ്മൾ, ഇതാണ് ഇപ്പോൾ NPV എന്ന് പറയുന്നത്. ഇനി നമുക്കത് PI കാണണം.
ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു ക്യാഷ് ഇൻഫ്ലോ എത്രയാണോ നോക്കുക, അത് ബൈ അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ 60,000 ബൈ 50,000 പറയുമ്പോൾ 1.20 ആണ് വരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരം ചെയ്യുകയാണെങ്കിലോ, രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? NPV ബൈ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരുന്നു. അപ്പോൾ NPV എത്ര കിട്ടിയത്? 10 കിട്ടിയിട്ടുണ്ട്. ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര? 50,000. അങ്ങനെ ചെയ്യുമ്പോഴും 0.20 ആണ് വരുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് വൈഡ് നോക്കുക. ഇവിടെ നമുക്ക് ബെനിഫിറ്റ് 1,12,000 ആണ് നിന്ന് കിട്ടിയത്. ബൈ അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh ആണ്. അപ്പോൾ ഇവിടെ 1.12 കിട്ടിയിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ NPV ബൈ ഔട്ട്ഫ്ലോ നോക്കുമ്പം 12,000 ബൈ 1 lakh ചെയ്യുമ്പോൾ 0.12 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓഫ് പ്രൊജക്റ്റ് എക്സ് ആണ് കൂടുതൽ എന്ന് പറയുന്നത്. കാരണം ഇവിടെ 1.2 ഉണ്ട്, ഇവിടെ 1.12 ആണുള്ളൂ. അപ്പോൾ ഇവിടെ കൂടുതൽ ഏതാണ്? എക്സ് ആണ്. അതുകൊണ്ട് എക്സ് ആണ് ബെറ്റർ പ്രൊജക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ട് ദ ഫാക്ട് പ്രൊജക്റ്റ് എക്സ് ബെറ്റർ ബിക്കോസ് ഓഫ് ഇൻ പ്രൊജക്റ്റ് എക്സ് ഇൻവെസ്റ്റ്മെൻറ്റും എന്താണ്? നമ്മൾ 50,000 ഇറക്കിയിട്ട് പോലും നമുക്ക് ഇത് ഇറക്കി കിട്ടുന്ന ആ തുകയേക്കാൾ കൂടുതൽ അവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇവിടെ 1 ലക്ഷം ഇറക്കിയിട്ട് പോലും നമുക്ക് 1.12 കിട്ടുന്നുള്ളൂ. ആ നിലയ്ക്ക് 50,000 ഇറക്കിയിട്ട് പോലും 1.2 നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും എന്തുതന്നെയാണ്, എൻ്റെ NPV 10,000 ആണ് ഇവിടെ വരുന്നത്. മറ്റേതിൻ്റെ നമുക്ക് 12,000 ആണ് വരുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സയൻറ്റിഫിക് ആൻഡ് ലോജിക്കൽ. ഈ ഒരു മെത്തേഡ് ശരിക്കും സയൻറ്റിഫിക് ആണ്. അതായത് നമുക്ക് ശാസ്ത്രീയമായി ഇതിനെ തെളിയിച്ച് കൊടുക്കാൻ പറ്റുന്നതും വളരെ യുക്തിപരമായിട്ട് പറയാൻ പറ്റുന്നതാണ്, ലോജിക്കലാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ നമ്മൾ ബെറ്റർ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. ആൻഡ് കമ്പയർ ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുള്ള പ്രൊജക്റ്റുകളെ കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെയും ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു പ്രൊജക്റ്റിൻ്റെ കാലയളവിൽ വരുന്ന എല്ലാ ക്യാഷ് ഇൻഫ്ലോസിനെയും നമ്മളിവിടെ കൺസിഡർ ചെയ്യും. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പിന്നെ ആകെ ഒരു ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് എടുക്കുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരിക്കലും അക്കൗണ്ടിങ് പ്രിൻസിപ്പിളോ കൺസെപ്റ്റോ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡല്ല. ഇത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടും ആണ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ ചെയ്യാനും. ആൻഡ് ഇതിൻ്റെ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് എ പ്രൊജക്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ആൻഡ് ഇത് ഒരിക്കലും അൺഈക്വൽ ലൈഫ്സ് ആയിട്ടുള്ള വരുന്ന പ്രോജക്റ്റുകൾക്ക് നമുക്ക് ഒരിക്കലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ വെൻ മെനി സ്മോൾ പ്രൊജക്റ്റ് ഹാവ് ടു ബി അഗ്രിഗേറ്റഡ് ആൻഡ് കമ്പയർഡ് വിത്ത് എ ലാർജ് പ്രോജക്റ്റ്. അതായത് നമുക്കിപ്പം ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒപ്പം തന്നെ കുറേ സ്മോൾ പ്രോജക്റ്റുകളും ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് എല്ലാ സ്മോൾ പ്രൊജക്റ്റിനെയും കൂട്ടിയിട്ട് ഒന്നാക്കുക, വലിയൊരു പ്രൊജക്റ്റ് വേറെ ഉണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്തൊന്നും നമുക്കിത് യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പോയിന്റ് കൂടി ഇവിടെ പറയുന്നുണ്ട്. NPV പ്രോഫിറ്റബിലിറ്റി നമ്മൾ റിലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അവ തമ്മിലൊരു കമ്പാരിസൺ കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഏതിനെ ബേസ് ചെയ്ത് വരുന്നതാണ്? NPV മെത്തേഡിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് NPVയുടെ ഒരു തുടർച്ചയായിട്ട് കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ സാമ്യതകളും ഉണ്ട്, അതേപോലെ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളും ഉണ്ട്. സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടിലും നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എടുക്കുന്നുണ്ട്. രണ്ടും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കാണ്. അതേപോലെ തന്നെ സെയിം ആസ് ആക്സെപ്റ്റ് ആൻഡ് റിജക്റ്റ് ഡിസിഷനാണ് രണ്ടിലും വരുന്നത്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ NPV എന്ന് പറയുന്നത് അബ്സല്യൂട്ട് മെഷറാണ്, പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ അബ്സല്യൂട്ട് മെഷറാണ്. പക്ഷേ PI എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് വരുന്നൊരു മെഷറാണ്, റിലേറ്റീവ് മെഷറാണ്. NPVയും PIയും ഗിവ് ഡിഫറെൻറ്റ് ഇവാലുവേഷൻ റിസൾട്ടാണ്. രണ്ടും ബന്ധമുണ്ടെങ്കിലും നമ്മൾ ചെയ്തു വരുമ്പം അതിൻ്റെ ഇവാലുവേഷനും റിസൾട്ടും ഡിഫറെൻ്റ് ആണ്. കാരണം ഇനീഷ്യലായി നമ്മൾ കൊടുക്കുന്ന കോസ്റ്റും അതിൻ്റെ ബെനിഫിറ്റും ഡിഫറെൻ്റ് ആണ്. ഇൻ ടൈംസ് ഓഫ് ക്യാപിറ്റൽ റേഷനിങ് PI വുഡ് ഗിവ് സുപ്പീരിയർ റിസൾട്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ അഡ്വാൻറ്റേജിൽ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ക്യാപിറ്റൽ റേഷനിങ് വരുമ്പോൾ എന്താണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഉള്ള ക്യാപിറ്റലിനെ ഏറ്റവും ബെറ്ററായി ഒന്നിലേക്ക് ഇങ്ങനെ 1-2 സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ നോക്കുക. അതിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ റേഷനിങ് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുക, ആ സമയത്ത് ഏത് തന്നെ ആയിരിക്കും? PI ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓൾ കേസസ് എക്സെപ്റ്റ് ഇൻ ക്യാപിറ്റൽ റേഷനിങ്. അപ്പോൾ ക്യാപിറ്റൽ റേഷനിങ് അല്ലാത്ത ബാക്കിയുള്ള കേസിലൊക്കെ നമുക്ക് NPV ടെക്നിക്കായിരിക്കും ഇതിൻ്റെ സുപ്പീരിയർ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ ക്യാപിറ്റൽ റേഷനിങ് വരുമ്പോൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് PIയും അല്ലാത്ത മറ്റുള്ള മെത്തേഡിൽ എപ്പോഴും NPV ആണ് കാണേണ്ടത്. അപ്പോൾ അതാണ് ഈ ഒരു നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിനെ കുറിച്ച്
നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ക്ലിയറായി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ നമ്മൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് കഴിഞ്ഞു, അതുപോലെ തന്നെ NPV കഴിഞ്ഞു, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഡിസ്കൗണ്ടഡിൽ പേ ബാക്ക് പീരീഡ് ആയിരുന്നു, രണ്ടാമത്തെ NPV ആയിരുന്നു, മൂന്നാമത്തതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ മെയിനായിട്ട് ബെനിഫിറ്റും കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. രണ്ട് പ്രോജക്റ്റുകൾ തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അതേപോലെ തന്നെ PI = 1 ആണ് കിട്ടുന്നതെങ്കിൽ NPV 0 ആയിരിക്കും. PI more than 1 ആണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അപ്പോൾ NPV പോസിറ്റീവും ആയിരിക്കും. PI കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കത് NPV നെഗറ്റീവ് ആയിരിക്കും. <1 ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും NPV, അപ്പോൾ നമുക്കത് റിജക്റ്റ് ചെയ്യാം. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് NPV കണ്ടിട്ട് NPV ബൈ അതിൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്താലും കിട്ടും. രണ്ട് തരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് ഈ ഒരു മെത്തേഡിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പഠിക്കുക, അതേപോലെ തന്നെ NPVയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിൽ ഡിഫറൻസും അതേപോലെ സിമിലാരിറ്റിയും പഠിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് 6 മാർക്കിന് ചോദ്യം വരാം. ഈ അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ അല്ലെങ്കിൽ കമ്പാരിസൺ ഡിഫറൻസോ അങ്ങനെ, അല്ലെങ്കിൽ 3 മാർക്സിന് വാട്ട് ഈസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചോദിക്കാം, അല്ലെങ്കിൽ 6 മാർക്കിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇതിനൊക്കെ ഒരു സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കണ്ടുവരിക, എന്നാലാണ് നമുക്ക് ആ ഒരു റിലേഷൻ അവിടെ എന്താണെന്ന് മനസ്സിലാവുള്ളൂ പ്രോബ്ലംസിൻ്റെ. അപ്പോൾ പെട്ടെന്ന് എടുത്ത് വീഡിയോസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടുവരുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും മുന്നേ ഉള്ള വീഡിയോസ് കൂടി കാണുമ്പോഴാണ് അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലായിട്ട് വരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്